എനിക്ക് സൗണ്ട് വരുന്നില്ല, പക്ഷെ എന്നാലും 4 വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇന്ന് സത്യത്തിൽ നമ്മളെ ലൈഫിൽ നല്ലൊരു മൊമെൻറ്റ്, നല്ലൊരു ദിവസമാണെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല, ചെയ്യിപ്പിക്കണമാണ്. ഓക്കെ, ഞാൻ ഒരാൾ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് എന്താണെന്ന് ഞാൻ വായിക്കണില്ല, ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. ഈ ഒരു കമൻറ്റ് ഇട്ട ആൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആളോട് പറയാനുള്ളത്, എന്തൊരു നിലക്കും വിലക്കുമാണ് താൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി നല്ലൊരു തറവാട്ടിൽ ജനിച്ചാലേ അമ്മാക്കും മക്കൾക്കും നല്ല രീതിക്ക് നിൽക്കാനൊക്കെ പറ്റുമെന്നോ? എന്താണ് അതിൽ കണ്ടത്? ഞാൻ എന്തിട്ടാലും അറിയില്ലല്ലോ, എനിക്ക് എന്തും വാരി വലിച്ചിടാലോ എന്നുള്ളൊരു മൈൻഡ് വെച്ചിങ്ങാണ്ട് തുപ്പി വെക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവണ ഒരു സങ്കടം കൊണ്ട് പറയാണ്, എനിക്ക് തീരെ വയ്യ, സൗണ്ട് അടക്കം പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ അത് കിട്ടേ പറ്റൂ എന്ന് തോന്നിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. എനിക്കൊക്കെ എന്തിൻ്റെ കേടാണ് സത്യത്തിൽ? എന്ത് നല്ല തറവാട് എന്ന് ഉദ്ദേശിക്കണത് എന്താ? തറവാടല്ല ഒരാളെ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരാളെ സ്വഭാവം കണക്കാക്കണ തറവാട് മഹിമ വെച്ചിട്ടല്ല, അത് സ്വയം ഉണ്ടാക്കണതാണ്. തൻ്റെ തറവാട് കോണം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ തൻ്റെ സ്വഭാവം എങ്ങനെ എനിക്ക് മനസ്സിലായി. ഭയങ്കര തറവാട്, എന്താ ഉദ്ദേശം? തറവാട് നല്ല തറവാട്ടിൽ ജനിച്ച് വെച്ച് കാണും, നല്ല നല്ല ഒരു ഒക്കെ ആയുധ വിചാരം സ്വയം ഉണ്ടാക്കണതാണ്. അതൊരു വാപ്പാൻ്റെ അമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടണതല്ല. ഓക്കെ, പിന്നെ അടുത്തൊരു കമൻറ്റാണ്. ഞാൻ ഫുള്ള് കമൻറ്റിന് ഇടുന്നില്ല, ബാക്കി പറഞ്ഞവർക്കൊക്കെ പാടി ഇതിൽ നിന്ന് മിക്സാക്കി എടുത്തോളൂ. പിന്നെയുള്ള പറഞ്ഞ കമൻറ്റാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ഞാൻ വായിക്കണില്ല, നിങ്ങൾ വായിച്ചെടുക്കുക. ഓക്കെ, ഈ ഒരു വ്യക്തിനോട് പറയാനുള്ളത്, എങ്ങനെ ജീവിക്കണം, ഒരാളോട് എങ്ങനെ ബഹുമാനം കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ മുന്നിൽ നിൽക്കണം, എങ്ങനെ നടക്കണം എന്നൊക്കെ അന്തസ്സായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് തന്നെ വളർത്തുന്നത്. അത് ഓരോ മക്കളെയും ഓരോ വാപ്പയും ഒക്കെ അങ്ങനെ തന്നെ വളർത്തുന്നത്. പക്ഷേ എത്ര നല്ല പോലെ വളർത്തിയാലും സ്വയം ഒരു അവനാൻക്കൊരു അറിവ് വെച്ച് വരുമ്പോൾ എന്താണ് മോഡല്, എന്താണ് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ, അവനാൻ്റെ ലൈഫ് എങ്ങനെ ആവണം എന്നൊക്കെ കാഴ്ചപ്പാടുള്ള കുട്ടികളാണ് ഇപ്പം ഉള്ളത്. കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്, കുട്ടികളാണ് ഇപ്പോൾ ചെറിയൊരു മക്കളാണെങ്കിലും ഉള്ളത്. അത് നമ്മളെ വാപ്പയും നമുക്ക് നല്ലത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളെ ലൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പറഞ്ഞതേപോലെ തന്നെ ജീവിക്കണ മക്കളാണെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനത്തെ മക്കൾ 100ൽ 10% ഇപ്പോഴത്തെ കാലത്ത് കാണാണ്ടാവുള്ളൂ. ഇജ് ഉദ്ദേശിച്ച ആ ഒരു ചിട്ടിയും അടക്കവും കാര്യങ്ങളും അവൾ ഇരിക്കണതല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത ആ ഒരു ഇരുത്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിപാടി ഇല്ലാതെ വീട്ടിലാകെ 4 പെണ്ണുങ്ങളാണ് ഉള്ളത്. അതിൽ മാറ്റി ഒരുങ്ങി നിൽക്കുക എന്താ ഉള്ളത്? ചിന്തിച്ചാൽ പോരെ, ചെറിയൊരു പരിപാടിയാണ്. ഒരു നിക്കാഹ് ആർഭാടായിട്ട് കഴിക്കണമല്ല, ഇത് മിനിമലായിട്ട് ചെയ്യണ ഒരു നിക്കാഹാണ്. അതുകൊണ്ട് ചെക്കൻ ഇവിടെ വന്ന് മഹറിടണില്ല, ഫാമിലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് കഴിക്കണ ഒരു നിക്കാഹ്. എല്ലാവരും കുഴപ്പമില്ലാത്ത നല്ലൊരു വസ്ത്രമാണ്